മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി സിമി എച്ചിനെ സ്ഥലം മാറ്റാനുള്ള പ്രമേയം പാസാക്കിയതിനെതിരെ ബിജെപി കൗൺസിലർമാർ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ അവതരിപ്പിച്ച പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ പോലും തയ്യാറാകാതെ ഉടൻ തന്നെ പ്രമേയം പാസായതായി പ്രഖ്യാപിച്ച നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി അത്യപൂർവമാണ് എന്ന് ബിജെപി കൗൺസിലർ G. മനോജ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയിൽ ഇന്ന് ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ട്. ഒരു ശ്രീ ഷുക്കൂർ കൗൺസിലറാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റണം എന്നുള്ളതായിരുന്നു പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ പോലും ചെയ്യാതെ പ്രമേയം വായിക്കുകയും അതിനുശേഷം ഉടൻ തന്നെ പ്രമേയം പാസ്സായതായിട്ട് ഭരണകക്ഷി അംഗങ്ങൾ കൈപൊക്കി പ്രമേയം പാസ്സായതായിട്ട് ചെയർപേഴ്സൺ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു അത്യപൂർവമായിട്ടുള്ളൊരു നടപടിയാണ് ഇന്നിവിടെ കൗൺസിലിൽ നടന്നത്. ഇത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിയോജിപ്പിന് ഇടയാക്കുകയുണ്ട്. കാരണം മുൻ ഭരണസമിതിയുടെ കാലത്ത് ഇതേ ചെയർപേഴ്സൺ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ്, ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി, ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വളരെ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ സെക്രട്ടറി. അപ്പോൾ ഈ സെക്രട്ടറിയെ മാറ്റണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുതിയ ഭരണസമിതിക്ക് ഒരു ഉൾവിളി തോന്നുകയാണ്. ഈ സെക്രട്ടറിക്ക് ഭരണപരിചയമില്ല, ഈ സെക്രട്ടറിക്ക് മുനിസിപ്പൽ നിയമങ്ങൾ അറിയില്ല എന്നുള്ളത്. ഒരു PSC പോലെയുള്ള വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനത്തിൽ ടെസ്റ്റുകളും അഭിമുഖ പരീക്ഷയും എല്ലാം പാസ്സായി വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് ആ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കൂടാതെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ പറയുന്നത് ചെയർപേഴ്സന്റെ ഉത്തരവുകൾ സെക്രട്ടറി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയർപേഴ്സണെ മറികടന്നുകൊണ്ട് ഉത്തരവുകൾ ഇറക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഭരണപരിചയം ഇല്ലെന്നും മുനിസിപ്പൽ നിയമങ്ങൾ അറിയില്ലെന്നും ആരോപിച്ചാണ് സെക്രട്ടറിക്കെതിരെ പ്രമേയം കൊണ്ടുവന്നതെന്നും PSC പോലുള്ള വിശ്വാസ്യതയുള്ള ടെസ്റ്റുകളും അഭിമുഖങ്ങളും പാസ്സായി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥയ്ക്ക് നിയമങ്ങളെക്കുറിച്ച് അറിവില്ലെന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും G. മനോജ് പറഞ്ഞു.